കേരള വിഷൻ ദൃശ്യ വിദ്യാഭ്യാസ അവാർഡ് പാലായിൽ നടന്നു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി ആദരിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദൃശ്യമായിട്ട് എനിക്ക് വലിയൊരു ആത്മബന്ധമാണുള്ളത്. വലിയ കാലഘട്ടത്തിൽ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഞാൻ ഒരുപറ്റ സുഹൃത്തുക്കളോടൊപ്പം അന്ന് ഇങ്ങനെ ഒരു ചാനലിൻ്റെ ചർച്ചയൊക്കെ നടക്കുന്ന കാലത്ത് ഒരു പേര് പറയാമെന്ന് ചോദിച്ചപ്പോൾ അന്ന് എന്നെ മനസ്സിൽപ്പെട്ടെന്ന് ഓടി വന്ന ഒരു പേരാണ് ദൃശ്യയുടെ 2 കണ്ണുകൾ. അങ്ങനെ ആ ദൃശ്യയുടെ പേരിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ മാറാനില്ല എന്ന് സൂചിപ്പിച്ചു. പക്ഷേ എനിക്കൊരു സന്തോഷമുള്ളത് പിന്നത് കണ്ണടച്ചില്ല, കണ്ണ് തുറന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ കാഴ്ചകളെല്ലാം കൃത്യമായി ഒപ്പിയെടുത്ത് ആളുകൾ എത്തിക്കുന്ന കാര്യത്തിൽ ദൃശ്യം നടത്തുന്ന വലിയ ശ്രമം നിഷ്പക്ഷമായ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ നല്ല മേഖല എന്നെ നന്നായി വിമർശിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്, അത് വേറൊന്നുമല്ല, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ മോശപ്പെടുത്താതെ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ നാടിൻ്റെ സ്പന്ദനങ്ങൾ കൃത്യമായിട്ട് എത്തിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. നമുക്കറിയാം, ഈ രംഗത്ത് മാത്രമല്ല ഇതിന് പിന്നൊരു വലിയ ചരിത്രം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാലഘട്ടത്തിലെ പ്രാദേശിക ചാനലുകൾ ഉൾപ്പെടെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടൊരു കാലഘട്ടം. ഒരുപക്ഷെ ഇത്തരം ഒരു കേബിൾ നെറ്റ്വർക്കിൻ്റെ ചർച്ചകളൊക്കെ ഉണ്ടായി അന്നത്തെ പ്രശ്നങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അതിനുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാനും കൂട്ടായ്മ രൂപപ്പെടുത്താനും ഒക്കെ നടത്തിയ ശ്രമങ്ങൾ ഇന്ന് വളരെ വിപുലമായ എത്രയോ കുടുംബങ്ങളിലേക്ക് ഈ ചാനലിൻ്റെ ലൂടെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. മലയാളിയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയാണെന്ന് അറിയാമോ? ലൈഫ് എക്സ്പെക്റ്റൻസി +2 ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചവർക്കുണ്ടെങ്കിൽ അറിയാം ജീവിതായുസ് ദൈർഘ്യം എത്രയാണ് എന്നുള്ളത്. ഗൂഗിൾ തപ്പണ്ട. ശരാശരി ആയുർദൈർഘ്യം സ്ത്രീകൾക്ക് 78-79 മലയാളി പുരുഷന്മാരെ സംബന്ധിച്ച് അത് 72-73 വരും. സ്ത്രീകൾക്കാണ് കൂടുതൽ ആയുസ്, കൂടുതൽ പുരുഷന്മാരെക്കാൾ എന്നുള്ളതാണ് വാസ്തവം. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആയുർദൈർഘ്യമാണ്. ഓൺ ആവറേജ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 75 വയസ്സാണ് ശരാശരി ഒരു മലയാളിയുടെ ആയുർദൈർഘ്യം എന്ന് കരുതുക. 75 ഇയേഴ്സ്, 75 വർഷമേ നമ്മൾ ഈ ഭൂമിയിൽ എല്ലാ നാടകങ്ങളുടെയും കഥാപാത്രമായി, പല നാടകങ്ങളുടെയും സംവിധായകനായി, പല നാടകങ്ങളുടെയും വില്ലനായി നമ്മൾ ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോകും. ആ 75 വർഷം എന്ന് പറയുന്നത് കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞാൽ 75 × 12 900 മാസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും അടക്കമുള്ള എല്ലാവരും. 900 മാസം, എല്ലാവർക്കും സംശയമില്ല. 900 മാസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി പറയാം, ×30 നമ്മൾ നോക്കിയാൽ 27,000 ദിവസം മാത്രം. നമ്മൾ ഓരോ ദിവസവും അനശ്വരരായി ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ 27,000 ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ, കുറച്ചുകൂടി ലളിതമായി ഞാൻ ആ കണക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കണക്ക് പറയുമ്പോൾ നിങ്ങളുടെ ആ സന്തോഷവും ഊർജ്ജവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്നെനിക്കറിയാം. 27,000 ദിവസം എന്ന് കേട്ട് ആശ്വസിക്കാൻ വരട്ടെ. നിങ്ങളിൽ പലരും 15ഉം 17ഉം വയസ്സുള്ളവരാണ്. ഓൺ ആവറേജ് 17 വർഷം ജീവിച്ചവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകം 75 വർഷത്തിലെ 17 വർഷങ്ങൾ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞു. 17 വർഷം എന്ന് പറഞ്ഞാൽ ×12 നോക്കിയാൽ 204 മാസം വരും. 204 നിങ്ങൾ 30 എന്നുകൂടി കണക്കിലാക്കി കഴിഞ്ഞാൽ അത് 6120 ദിവസങ്ങൾ ഇതിനകം തന്നെ ജീവിച്ചു കഴിഞ്ഞു. ഫ്രാൻസിസ് ജോർജ് MP, ചാണ്ടിയുമ്മൻ MLA, പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ദൃശ്യ ചെയർമാൻ PS സിബി, ഡയറക്ടർ മുഹമ്മദ് നവാസ്, ദൃശ്യ MD ജോജി K ജേക്കബ്, COA കോട്ടയം ജില്ലാ പ്രസിഡന്റ് OV വർഗീസ്, സെക്രട്ടറി B റെജി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.